എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലെ ചികിത്സാപരമായിട്ടുള്ള പ്രയാസങ്ങളും എന്നതിനെക്കുറിച്ച് പറയാനാണ്. നമുക്കറിയാം, ഇന്ന് ഹൃദ്രോഗ ചികിത്സ വളരെയധികം ചിലവേറിയൊരു ചികിത്സയാണ്. കേരളത്തിൽ തന്നെ കണക്കനുസരിച്ചിട്ട് 3-1 ഹൃദ്രോഗം മൂലം മരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഹൃദ്രോഗം ഉണ്ടാക്കുന്നത് ഒരിക്കലും അണുക്കളോ മറ്റു വസ്തുക്കളോ ഒന്നുമില്ല, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. പൊതുവേ നമ്മുടെ അലോപ്പതി തന്നെ എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പറയുന്നു 90% രോഗത്തിന് കാരണം നമ്മുടെ ജീവിതശൈലിയാണെന്ന് പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന രോഗത്തിൻ്റെ കാരണം ജീവിതശൈലിയാണെങ്കിൽ ആ ജീവിതശൈലി തിരുത്തുകയാണ് വേണ്ടത്. അതാണ് യഥാർത്ഥ പരിഹാരം ഏത് രോഗത്തിന് രക്ഷ നേടാനും. ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 90% രോഗത്തിന് കാരണം ജീവിതശൈലിയാണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? ജീവിതശൈലി തിരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥ സൊല്യൂഷൻ. എന്നാൽ ജീവിതശൈലി തിരുത്താൻ ഡോക്ടർമാർ പറയുകയോ ഒന്നും ചെയ്യാതെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം വിരോധാഭാസമാണ് ഈ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ഹാർട്ട് ബ്ലോക്ക് രോഗി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിയുമ്പോൾ ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത സമയത്ത് തന്നെ ഡോക്ടർമാർ പറയാണ് ഇത്ര ബ്ലോക്ക് ഉണ്ട്, ഇപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് കുറവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റി, അതായത് ബലൂൺ സർജറി ചെയ്യിക്കും, സ്റ്റഡ് ഇട്ട് ചെയ്യിക്കും. ഒരു തവണ അതോടുകൂടി നിങ്ങൾക്കത് മാറിയോ? ഇല്ല, വീണ്ടും വരുന്നുണ്ട്. എത്രയോ പേർക്ക് വീണ്ടും വരുന്നുണ്ട്. എനിക്ക് 3 തവണ ഒരു പേഷ്യൻ്റ് എനിക്ക് കിട്ടിയത് 3 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്, 3 തവണ സ്റ്റഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും പ്രയാസം വന്നപ്പോഴാണ് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ശരിക്കും എല്ലാം ആൻജിയോപ്ലാസ്റ്റിയോട് എല്ലാ ബ്ലോക്കുകളും ആൻജിയോപ്ലാസ്റ്റിയോട് പരിഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രയാസം തോന്നി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. ബട്ട് ആ വ്യക്തി ഒരു നാച്ചുറൽ ലിവിങ്ങും നമ്മുടെ ട്രീറ്റ്മെൻറ്റും എടുത്തതിന് ശേഷം, ഒരു പ്രകൃതി ജീവിതത്തിലൂടെയും പോയതിന് ശേഷം ഉണ്ടായ അവസ്ഥ, മുഴുവൻ ബ്ലോക്കും പൂർണ്ണമായും മാറിക്കിട്ടിയെന്ന് മാത്രമല്ല, അമിതമായ വെയിറ്റ്, കാൽമുട്ട് വേദന, അതുപോലുള്ള പ്രയാസങ്ങളെല്ലാം കുറയുകയും ചെയ്തു. കാരണം ഒരു ആൾക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും 80, 90, 100 വരെ വെയിറ്റുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ഐഡിയൽ വെയിറ്റ് ആക്കുകയാണ് വേണ്ടത്. അതൊന്നും വൈദ്യശാസ്ത്രം ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. 90 കിലോ ഉള്ള ഒരാൾക്ക് ഹാർട്ട് ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. 90 കിലോ ഉള്ള ഒരാൾക്ക് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ വേഗം പോയി ബൈപ്പാസ് സർജറിയോ അല്ല ആദ്യം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള. വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്ലോക്ക് കുറയും. ഐഡിയൽ വെയിറ്റിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ ബ്ലോക്ക് കുറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജീവിതശൈലിയാണ് 90% രോഗത്തിനും കാരണമെന്ന് പറയുമെങ്കിലും ജീവിതശൈലി തിരുത്താതെയുള്ള ചികിത്സ എത്രമാത്രം ഫലവത്തമാവും എന്നുള്ള സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ നമുക്കറിയാം. ഓക്കെ, ഞാൻ ഹൃദ്രോഗത്തിലേക്ക് വരാം. ഹൃദ്രോഗത്തിന് പ്രധാനമായും എന്താ കാരണം? പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, കൊളസ്ട്രോൾ കൂടിയിട്ടാണ് ഹൃദ്രോഗം വരുന്നതെന്ന് തെറ്റിദ്ധാരണ ഉണ്ട്. ആ തീർത്തും തെറ്റായ ധാരണ. കൊളസ്ട്രോൾ അധികമായിട്ട് ഉണ്ടാവുന്നത് ഹൃദ്രോഗത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഹൃദ്രോഗം ഉണ്ടാകുന്നുണ്ട്, ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്, അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്കാർക്കും അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാർഡിയോളജിസ്റ്റാണ് ഇന്ത്യയിലെ കർണാടകത്തിലെ ഡോക്ടർ BM ഹെഗ്ഡെ. അദ്ദേഹം പറയുന്നുണ്ട്, ഒട്ടുമിക്ക ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ആവശ്യമില്ലാത്തതാണെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ബോഡി ഐഡിയൽ വെയിറ്റിലേക്ക് ആക്കുക, ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക അസുഖങ്ങളും കുറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞ 10-30ഓളം കേസും ഹൃദ്രോഗങ്ങൾ ഒരുപാട് കേസുകളും എടുത്ത ഒരാളാണ് ഞാൻ. ഇവർക്ക് ആർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടെല്ലാം മാറുന്നത്. ഒരു നാച്ചുറൽ ലിവിങ്ങിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ് രോഗം മാറ്റാൻ സഹായിക്കുന്നത്. അത് 1 മാസം നമ്മൾ ഒരു 10-20 ദിവസം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആൻജിയോഗ്രാം എടുത്ത് വരാൻ പറയുന്നുണ്ട്. ആൻജിയോഗ്രാം എടുത്ത് വന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലായിരിക്കും. ഒറ്റ മാസം കൊണ്ട് ശരിക്കും 4-5 മിനിറ്റ് നടക്കാൻ പറ്റാത്ത ഹൃദ്രോഗികൾ ശ്രദ്ധിക്കുക. 4-5 മിനിറ്റ് നടക്കാൻ പറ്റാത്ത ഹൃദ്രോഗികൾ നമ്മളെടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 3-4 ആഴ്ച ആകുമ്പോഴേക്കും അവരെ ഓട്ടിപ്പിച്ചാൽ വിടും. നന്നായിട്ട് ഓട്ടിപ്പിക്കും, ഓടാൻ പറയും.
നന്നായിട്ട് ഓടി കിതയ്ക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതിനേക്കാൾ വലിയൊരു ടെസ്റ്റ് വേറെ വേണമെന്നുണ്ടോ? ശരിക്കും നടക്കാൻ പറ്റാത്തൊരു പേഷ്യൻറ്റിനെ ശരിക്കും ട്രീറ്റ്മെൻറ്റിന് ശേഷം ഓടിച്ച് വിടുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നോക്കിയാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന അസുഖത്തെ നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരികയും ശേഷം ഒരു പ്രകൃതി ജീവിത മാർഗം ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഒട്ടുമിക്ക ഹൃദ്രോഗങ്ങളും മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ 100% അവരോട് പറയുകയാണ്, 100%. ചില രോഗങ്ങളൊക്കെ, ചില തരം സ്കിൻ ഡിസീസുകളൊക്കെ നമുക്ക് ഒരു 100% ഗ്യാരണ്ടി പറയാൻ പ്രയാസം ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് ഹൃദ്രോഗത്തെ പറയാം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് ലൈഫ് സ്റ്റൈൽ ഒന്നുകൊണ്ട് മാത്രം വരുന്ന ഒരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഇനി ജന്മവൈകല്യങ്ങൾ കൊണ്ടുള്ളതുണ്ടാവും, അതിൻ്റെ കാര്യമല്ല പറയുന്നത്. അമിതമായി ഭക്ഷണം കഴിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജന്മവൈകല്യം കൊണ്ട് വാൾവിന് വരുന്ന ഇഷ്യൂസ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല പറയാം. ബ്ലോക്കുകളെ, ഹാർട്ട് അറ്റാക്കിന് കാരണം ഏറ്റവും കൂടുതൽ എന്താണ്? ബ്ലോക്കുകളാണ്. അതാണ് എക്സസ് ഫുഡ്, എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച്, എക്സസ് ആയിട്ടുള്ള കൊഴുപ്പ്, അധികരിച്ച ഫുഡ്, ഇതൊക്കെയാണ് ഇതിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഹൃദ്രോഗം നമുക്ക് അകറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്രകൃതിദത്തമായ ജീവിതത്തിലേക്ക് വരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഈ അരി ബോയിൽഡ് റൈസാണ്. ഈ ബോയിൽഡ് റൈസിൽ, പുഴുങ്ങലരിയിൽ എന്തില്ല? പോഷണമില്ല. അതുകൊണ്ട് തന്നെ ബോയിൽഡ് റൈസ് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കൂടുമെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്, ഒരു ദിവസം കഴിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് പഠന റിപ്പോർട്ട്, നമ്മൾ ഫുഡ് റിലേറ്റഡ് ലേറ്റസ്റ്റ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്, ഒരു ദിവസം നല്ല പോലെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ശ്രദ്ധിക്കണേ, ഒരു ദിവസം നല്ല പോലെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ 30 to 60% ഉള്ളൂ എന്ത് വേണ്ടു? സ്റ്റാർച്ച് വേണ്ടു. സ്റ്റാർച്ച് മീൻസ് അന്നജം വേണ്ടു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 30 to 60% സ്റ്റാർച്ച് വേണ്ടു എന്ന് പറയാം. എന്താ ഈ സ്റ്റാർച്ചുകൾ? ഗോതമ്പ്, അരി, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഈ കണക്ക് ഈ തരത്തിലാവുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം നമ്മളൊന്ന് നോക്കുക. രാവിലെ പൊതുവെ മലയാളികളെ സംബന്ധിച്ച് രാവിലെ കഴിക്കുന്നത് ഒന്നിക്കൽ അരി ആയിരിക്കും, ഗോതമ്പായിരിക്കും, അല്ലേ? ഉച്ചയ്ക്ക് കഴിക്കുന്നത് അരി തന്നെ, രാത്രി അരിയോ ഗോതമ്പോ, പിന്നെ ചിലപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കും. പിന്നെ അങ്ങനെ നോക്കുന്ന സമയത്ത് എത്ര % ഒരു ദിവസം സ്റ്റാർച്ച് എത്തുന്നുണ്ട്? 60% പരിധി പറഞ്ഞിരിക്കുന്നത്. അതങ്ങ് 90% അടുത്ത് എത്താണ്. സ്വാഭാവികമായിട്ട് നമ്മൾ രോഗികളായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമ്മൾ ഹൃദ്രോഗം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ പറയും കേരളം ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്തെന്ന് പറയും. ആശുപത്രികൾ വർദ്ധിച്ചു, സൗകര്യങ്ങൾ വർദ്ധിച്ചു, ഡോക്ടർമാർ വർദ്ധിച്ചു. ഡോക്ടർമാരും ആശുപത്രികളും സൗകര്യങ്ങളും വർദ്ധിക്കുന്നതൊന്നും ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല, അതെല്ലാം അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഡോക്ടർമാർ കുറയുക, ആശുപത്രി കുറയുക, സൗകര്യങ്ങളൊക്കെ കുറയുമ്പോഴാണ് എന്ത് പറയുക, ശരിക്കും ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയാം. മറ്റേത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാൽ ഇത്ര രോഗങ്ങളെ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു നാച്ചുറൽ ലിവിങ്ങിലേക്ക് വന്ന് നമ്മൾ എക്സസ് ആയിട്ടുള്ള ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ്. കഴിഞ്ഞ 25 വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. എത്രയോ ഹൃദ്രോഗികളെ ഈ ഒരു മെത്തേഡിലൂടെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് മാറ്റിയ അനുഭവത്തിൽ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത വിധം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ട് രോഗം മാറ്റാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.